ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ട്രാവലേറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ അച്ചാർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയുമായിട്ടാണ്. ഇന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വ്യത്യസ്തമായ ഒരു അച്ചാറാണ്. അധികം ഒരിടത്തും കണ്ടുവരാത്ത ഒരു അച്ചാർ. നമ്മളിന്ന് പൈനാപ്പിൾ അച്ചാറാണ് ചെയ്യുന്നത്. ഈ പൈനാപ്പിൾ അച്ചാറെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ചിലവരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ കൂട്ടാത്തവരുണ്ട്, കഴിക്കാത്തവരുണ്ട്, എന്നാലും ചിലവരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഇതിനകത്ത് എന്ത് വ്യത്യസ്തത. ഇതിനകത്ത് നമ്മൾ ഉണക്കമുന്തിരി മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? കമൺ ഗെയ്സ്. അപ്പോൾ ഗെയ്സ്, നമ്മൾ ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു 10 കിലോ അച്ചാറിന് പറ്റിയ ഒരു ഉരുളി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ നമുക്ക് ഒഴിക്കാം. നമ്മൾ ഏകദേശം ഒരു 800-900 ഗ്രാമോളം, ഒരു 850 മില്ലിയോളം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടാവണം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ അച്ചാറിന് സ്പെഷ്യലാക്കുന്ന ഉണക്കമുന്തിരി, നമ്മളൊരു 450-500, ഒരു 1/2 കിലോത്തോളം നമ്മൾ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുന്തിരി നമ്മുടെ അച്ചാർ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോഴാണ് നമ്മുടെ അച്ചാർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ നമുക്ക് ഉണക്കമുന്തിരി വറുത്തെടുക്കാം. ഉണക്കമുന്തിരി നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിനെ പതിയെ ഇളക്കി കൊടുക്കാം. എണ്ണയിലേക്ക് പതിയെ ഇളക്കി കൊടുക്കാം. ഉണക്കമുന്തിരി റോസ്റ്റായി വരുന്നവരെ, അത് ഫ്രൈ ആയി ഒന്ന് ഉയർത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അച്ചാറുകൾ സാധനങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഐറ്റംസ്, നമ്മൾ ചെയ്യുന്ന മസാലകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഇനി വന്ന് മേടിക്കേണ്ടവർക്ക് അങ്ങനെ മേടിക്കാം. നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ഇപ്പോഴും ഒരു 80% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരി അത് കറക്റ്റായിട്ട് ഉയർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതിയെ വരാനായിട്ട് നമുക്ക് ആദ്യത്തെ പാത്രം തന്നെ എടുക്കാം, കോരി മാറ്റാനായിട്ട്. ഇത് വളരെ കോരി മാറ്റാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിതാ കടുകിടാം. എണ്ണ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുകിട്ട്, നമ്മളൊരു 50 ഗ്രാമോളം കടുകിട്ടിട്ടുണ്ട്. കടുകിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് ഏകദേശം പൊട്ടി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഉലുവ, പൊടിക്കാത്ത ഉലുവ നമ്മൾ ചേർക്കുകയാണ്. പച്ച ഉലുവ ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഉലുവ ഇട്ടിട്ടുണ്ട്. ആ ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ട്, ഉലുവയും കടുക് പൊട്ടി വന്നു. ഇത് നമുക്ക്
ഇതിന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ജീരകം ചേർക്കാം. ഒരു 2-3 സ്പൂൺ ജീരകം ചേർക്കാം. അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി പൊട്ടി വരട്ടെ. അടുത്തതായി നമുക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 200-250 ഗ്രാമോളം വെളുത്തുള്ളി ഉണ്ട്. ഒരു 1/4 കിലോ അളവിലുള്ള വെളുത്തുള്ളി നമുക്ക് ചേർക്കാം. വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട്. നമുക്കൊന്ന് പതിയെ വെളുത്തുള്ളി മൂത്ത് ഒന്ന് ഇറക്കി കൊടുക്കാം. നമ്മൾ ആ ചട്ട ഒഴിവാക്കി അധികം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നമ്മളിട്ട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കിലോ അളവിൽ തന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്. തീരെ പൊടിയല്ല, നമ്മുടെ പൈനാപ്പിളിൻ്റെ കഷ്ണം കുറച്ച് വലുതായതുകൊണ്ട് ഇഞ്ചി അതനുസരിച്ച് കൊത്തി അരിഞ്ഞേക്കാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇടാം. ഇതാ ഒരു ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഒന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയുടെ അളവ് പറഞ്ഞത് 250 ഗ്രാമാണ്. അതൊരു 150 ഗ്രാം ഇഞ്ചി 250 ഗ്രാം വെളുത്തുള്ളിയാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. ചിലവരെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, നമ്മൾ പാചകത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അത് തന്നെ അതിന് വേണ്ട ഐറ്റംസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ചെയ്തുകൂടെയെന്ന് ചോദിക്കുന്നു. എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മളത് ഇങ്ങനെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഐറ്റംസ് ചേർക്കാൻ എടുക്കുമ്പോൾ അത് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ കുറച്ചുകൂടി അത് നിൽക്കും, ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഐറ്റംസ് ആദ്യമേ പരിചയപ്പെടുത്തി ചെയ്യാറുണ്ട്. നമ്മൾ മാക്സിമം വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് ചെയ്യാനാണ് നോക്കുന്നത്. ഇതെന്നു വെച്ചാൽ നമുക്ക് ഇത്ര ഏറ്റവും എളുപ്പത്തിൽ കണ്ട് ഇത്രയും പെട്ടെന്ന് കാണുക എന്ന രീതിയിലാണ്. ഒരുപാട് ലോങ്ങായി പോയി കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ നമ്മുടെ ഇഞ്ചി പതിയെ വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുടിയുടെ കൂട്ടത്തിൽ തന്നെ ഇതാ ഒരു 15 പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ 15 പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. 15 പച്ചമുളക് അരിഞ്ഞത് പക്കത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകാം. ജലാംശം നന്നായിട്ട് പോയാലാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഇഞ്ചി നമുക്ക് ഇഞ്ചിയും പച്ചമുളക് അതുപോലെ വറ്റൽമുളക് കറിവേപ്പില കിടന്നൊരു ചെറിയ രീതിയിൽ ഷാലോ ഫ്രൈ രീതിയിൽ കിട്ടണം, കടിക്കാൻ കിട്ടണം. അപ്പോൾ അച്ചാറിൻ്റെ ജലാംശം ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ജലാംശം പോവുകയും ചെയ്യും, വെളുത്തുള്ളിയുടെ ജലാംശം നന്നായിട്ട് പോവുകയും ചെയ്യും. അച്ചാറിൻ്റെ ലൈഫും കൂടുതൽ കിട്ടും, അതേപോലെ കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കുറച്ച് കറിവേപ്പില നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചേർക്കാം. അപ്പോൾ നമുക്കിത് ചേർത്ത് നോക്കാം. കറിവേപ്പില നമ്മൾ ചേർക്കുകയാണെങ്കിൽ
നമുക്ക് തീർച്ചയൊന്നും കുറയ്ക്കാം. നമുക്ക് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്കതിലൊന്നും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ഐറ്റംസ് ചേർക്കാം. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഇനി അടുത്തതായിട്ട് നമ്മുടെ വറ്റൽമുളകാണ്. ഉണക്കമുളകൊന്നും കൊല്ലമുളകൊന്നും പലയിടത്തും പലതാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ ഇതിന് വറ്റൽമുളകെന്നാണ് പറയുന്നത്. നമുക്ക് അതിട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഫ്രൈയായിട്ട് വരണത്. മുളക് ഡാർക്ക് റെഡ് കളറിലേക്ക് വരണം. അതാണ് മുളക് പാകത്തിനുള്ള ഇതാകും. അപ്പോൾ നമുക്ക് നമ്മുടെ വറ്റൽമുളകും സാധനങ്ങളൊക്കെ ഒരുമാതിരി ഫ്രൈ ആയിട്ട് മൂത്ത് തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജലാംശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് പൊടികൾ ചേർത്ത് തുടങ്ങാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയിലേക്ക് മഞ്ഞളൊക്കെ ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നല്ല മുളക് പൊടി ചേർക്കാം. സാധാരണ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് അച്ചാറിന് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഉണക്കമുന്തിരിയും പൈനാപ്പിളും ഒക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. മധുരം നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ ആ എരിവ് അറിയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം നല്ല മുളക് പൊടി, അപ്പോൾ നമുക്കൊരു 300 ഗ്രാമോളം നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇതാണ് കളറിനും അച്ചാറിൻ്റെ ടേസ്റ്റും ഇത് തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 300 ഗ്രാമോളം നമുക്ക് കാശ്മീരി മുളക്, നമ്മളിവിടെ മുളക് ഉണക്കി പൊടിക്കുന്നതാണ് കേട്ടോ. കാശ്മീരി മുളക് മേടിച്ച് ഉണക്കി പൊടിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഇളക്കി അച്ചാറിൻ്റെ ഗ്രേവി ഒരു 80% ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മെയിനായിട്ടായ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ നമ്മളിടുവാണ്. നമുക്കൊന്ന് ഇളക്കി നല്ലോണം തിരിഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി വരാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മളിതാ പൊടിയുപ്പാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് പൊടിയുപ്പ് ചേർക്കാം. നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കും.
നല്ലോണം ഇളക്കി മറിക്കണം. ഇതുപോലെ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇറങ്ങി നോക്കണം. എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചെയ്യാൻ പറ്റാത്തതുണ്ട്, ഇളക്കുന്നതിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്കതൊന്നും പ്രശ്നമല്ല. നിങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇത് കണ്ടോ, ഇളക്കി മിക്സ് ചെയ്ത് എല്ലാമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മളിട്ട പൊടികളൊക്കെ ആയിട്ട് അത് ചേർന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട്. അച്ചാറിൻ്റെയൊക്കെ മർമ്മം എന്ന് പറയുന്ന ചില ഐറ്റംസൊക്കെ നമുക്ക് ചേർക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് വൈറ്റ് വിനീഗർ നമ്മളിവിടെ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പകുതിയോളം ഇപ്പോൾ ഒഴിക്കുക. ഒഴിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് പുളി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ചേർക്കാം. ഇതാ നമ്മുടെ അച്ചാർ ഇപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഇരുന്ന് വറ്റണം. അതായത് ഈ വറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ നീരൊക്കെ നമ്മൾ ഈ അരപ്പിലേക്ക് ഇറങ്ങി ഈ നീരും ഈ പൈനാപ്പിളൊക്കെ നമുക്ക് യോജിക്കണം. ചൊറുക്കൊക്കെ കുറച്ച് പറ്റി ഇതിനകത്ത് പിടിക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ പറഞ്ഞാൽ 80% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. ദയവ് ചെയ്ത്, കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രയോജനം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് എന്തോരം സന്തോഷം തരുന്ന കാര്യങ്ങളാണെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മുടെ അച്ചാറുകളെല്ലാം നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പാക്ക് ചെയ്ത് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ അത് ആവശ്യമുള്ള അച്ചാറുകൾ, ഇപ്പം നമുക്കിപ്പോൾ നിലവിലുള്ളത് ഈ പൈനാപ്പിൾ അച്ചാർ ഒരു 3 ദിവസം കൊണ്ട് ഇത് റെഡിയാവും. ഇന്നിട്ടൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു തരാനുള്ള സൗകര്യമുണ്ട്. അത് കൊറിയറായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാതെ നിങ്ങൾക്ക് വന്ന് മേടിക്കാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾ നമ്മളുടെ മസാലപ്പൊടികളും അതുപോലെ ഈ ചെയ്യുന്ന അച്ചാറുകളും, ഇതിപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ അടുത്തൊരു 3 ഐറ്റം അച്ചാറുകളുണ്ട്. ഇത് ഉൾപ്പെടെ, അതായത് ഇത് ഉൾപ്പെടെ 3 ഐറ്റം അച്ചാറുകൾ ഇപ്പോൾ നമ്മളതിൽ ഞങ്ങൾക്ക് തരാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കും എളുപ്പമാവും. എന്നുവെച്ചാൽ പൈസയുടെ അല്ല അതിനകത്ത്. കാരണം നിങ്ങൾ നമ്മുടെ അച്ചാർ മേടിക്കുക, അത് കഴിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനൊരു പ്രയോജനമില്ല. നമ്മളൊരു ഐറ്റം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് നല്ലതാണ് എന്നൊരു വാക്ക് പറയുമ്പോൾ, ഇപ്പം അത് എന്ത് മേഖലയായാലും, ഏത് മേഖലയായാലും, പാചകം മാത്രമല്ല ഏത് മേഖലയായാലും അത് നമുക്ക് സന്തോഷമല്ലേ. ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ വളരെ പ്രായം കുറഞ്ഞൊരു 4 വയസ്സുള്ള കുട്ടി, ആ കുട്ടി മെമ്മറി പവറാണ് ആ കുട്ടിയുടെ. കാരണം 4 വയസ്സുള്ളൂ. ആ കുട്ടിയുടെ ചേച്ചീനെ, മൂത്ത കുട്ടീനെ, ആ കുട്ടിക്ക് മുമ്പുള്ള മൂത്ത കുട്ടീനെ എൻ്റെ അമ്മ പഠിപ്പിക്കുന്നത് കണ്ട് അത് കേട്ട് പഠിച്ചാണ്. അതിൻ്റെ ആ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ മാതാപിതാക്കൾ അതിന് വേണ്ട സൗകര്യങ്ങൾ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ പേര് വന്നിട്ടുള്ളൊരു കുട്ടിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേൾഡ് റെക്കോർഡിലേക്ക് പോകാനായിട്ട് നമ്മളുടെയൊക്കെ ഒരു സഹായം വേണമെന്ന് പറഞ്ഞാൽ പൈസ ആയിട്ടൊന്നുമില്ല. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് കുറച്ച് പൈസ ചിലവുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലാണ്
നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അധികം ദൂരത്തൊന്നുമല്ല, നമ്മുടെ നെല്ലറയായ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ആ കുട്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ജില്ലയിൽ നിന്ന്, അല്ലെങ്കിൽ അതേപോലെ ഒരു സ്ഥലത്തുനിന്നൊരു കുട്ടി ഇങ്ങനെയൊക്കെ അതിനൊരു 4 വയസ്സുകാരി കുട്ടി ഇങ്ങനെയൊക്കെ ഒരു റെക്കോർഡിലേക്ക് പോവുക, ലോകത്തിൻ്റെ നെറുകയിലെത്തുക, അതിനൊക്കെ നമ്മൾ കാരണക്കാരാവുക. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്നൊരു കുട്ടി ഇത്രയും വലിയൊരു നിലയിലേക്ക് എത്തുക എന്നുള്ളത് നമുക്കും സന്തോഷവും അഭിമാനവും തരുന്നൊരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വേണ്ട, പൈസയായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ടോ ഒന്നും സഹായിക്കാനല്ല പറയുന്നത്. ആ കുട്ടിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുട്ടിയുടെ വീഡിയോസിൽ നമ്മൾ കമൻ്റായിട്ടും അതിൽ ഷെയറായിട്ടും ലൈക്കുകളായിട്ടും നമ്മുടെ സപ്പോർട്ടും സ്നേഹവും ഒന്ന് അറിയിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് നിങ്ങളെ കാണുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കമൻറ്റും ഷെയറും ലൈക്കൊക്കെ കാണുമ്പോഴാണ് എന്നെ ഇത്ര പേര് കാണുന്നുണ്ടല്ലോ എന്നറിയുന്നത്. അപ്പോൾ ആ കുട്ടീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ കുട്ടിയുടെ ചാനലിൻ്റെ പേര് മിന്നൂസ് മിന്ന എന്നാണ്. മിന്നൂസ് മിന്ന എന്നാണ് ആ കുട്ടിയുടെ ചാനലിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം. ദയവ് ചെയ്ത് എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ കുട്ടിയുടെ ചാനലും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അച്ചാർ ഈ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തിളച്ച് ഇങ്ങനെ റെഡിയായി വരുവാണ്. ഈ കളറെന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരി ചേർത്തെന്നാണ് ഈ ഒരു കളറ്. നമുക്ക് കുറച്ച് ഉലുവ ചേർക്കുന്നത്, കുറച്ച് ഉലുവ മതി. ഉലുവ എത്രയും മതി. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. കുടിക്കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളൊരു 3/4 സ്പൂണുള്ള ഉലുവ ചേർക്കുന്നുണ്ട്. നമ്മുടെ അച്ചാർ നമ്മൾ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മെയിൻ ഐറ്റം കായം. നമ്മൾ കായം ചേർത്ത് കൊടുക്കുക. നമ്മൾ കായം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇതൊന്ന് ഇറക്കി കൊടുക്കുക. അച്ചാർ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ലെവലിലേക്ക് വന്നിട്ടുണ്ട് സംഭവം. നമുക്ക് അത്യാവശ്യം ടൈറ്റായിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഗ്രേവിയും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ടേസ്റ്റൊക്കെ എടുത്തറിയാൻ പറ്റുന്നുണ്ട്. നമ്മളിത് മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടിയാണ് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. കാരണം അച്ചാറിനൊക്കെ ഏറ്റവും ടേസ്റ്റ് കൊടുത്ത് നൽകുന്ന സാധനം ഈ കാശ്മീരി മുളക് പൊടിയാണ്, മറ്റേ സാധാ മുളക് പൊടിനേക്കാളും. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അച്ചാറിനെ മറ്റുള്ള പൈനാപ്പിൾ അച്ചാറിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്ന ഈ പറഞ്ഞ ഉണക്കമുന്തിരി ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉണക്കമുന്തിരിയൊക്കെ ഈ അച്ചാർ കൂട്ടുന്ന സമയത്ത് ഈ ഉണക്കമുന്തിരിയൊക്കെ വരെയൊന്ന് കടിക്കുമ്പോൾ എൻ്റെ അമ്മോ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയും. ഒരു കഷ്ണം പൈനാപ്പിളും ഒരു ഉണക്കമുന്തിരിയും കൂടെ ഒരുമിച്ചൊന്ന് കടിക്കുമ്പോൾ ടേസ്റ്റ്. നമ്മൾ ഈ ഫ്രൂട്ട് സലാഡിനൊക്കെ ഇതേപോലെ പൈനാപ്പിളും മുന്തിരിയൊക്കെ ഇട്ട് ഫ്രൂട്ട് സലാഡ് ചെയ്യും. അപ്പോൾ അത് നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അച്ചാറിൽ പൈനാപ്പിളിൻ്റെ അച്ചാറിൽ ആ പൈനാപ്പിൾ ഉണക്കമുന്തിരിയും കൂടെ കടിക്കുന്ന ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല കിടുവല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ഉണക്കമുന്തിരി ഇതിനകത്ത് ഇളക്കി ചേർത്തിട്ടുണ്ട്. അത് ഈ ഒരു കളറായതുകൊണ്ടാണ് നിങ്ങൾക്കത് സെപ്പറേറ്റ് അറിയാൻ പറ്റാത്തത്. ഒന്ന് സൂം ചെയ്യിക്കാമോ? അത് ഉണക്കമുന്തിരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതുണ്ടോ? നല്ല കട്ടിയുള്ള ഗ്രേവി. നമ്മുടെ അച്ചാർ നല്ല തിക്കായ ഗ്രേവിയോടുകൂടി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി. ഒന്നുകൂടെ ഒന്ന് കോരി. ഇതുണ്ടോ?
നല്ല ടൈറ്റ് ഗ്രേവിയോട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ബുക്ക് ചെയ്ത് മേടിച്ച് കഴിച്ച് നോക്ക് മച്ചാമാരെ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും മറ്റുള്ള അച്ചാറിൽ നിന്ന്. നിങ്ങൾ ഒരു തവണ ഒന്ന് ബുക്ക് ചെയ്ത് വേണ്ട, നിങ്ങളൊന്ന് വീട്ടിലുണ്ടാക്കി കഴിച്ചു നോക്ക്. ഇതിപ്പോൾ നമുക്ക് കാനഡയ്ക്ക് പോകാനുള്ള അച്ചാറാണ്. അപ്പോൾ അവർക്കൊരു 5 കിലോ മതി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമുക്കറിയാവുന്നവർക്കോ മറ്റുള്ളവർക്കോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അയൽപക്കത്തുള്ള ആളുകൾക്ക് നമ്മുടെ നിന്ന് മേടിക്കാറുണ്ട്. ഇവിടെ തന്നെ നമുക്ക് സ്ഥിരം കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു അച്ചാറൊന്ന് ആവശ്യപ്പെട്ടാലോ എന്നോർത്താണ് ഈ ഒരു സംഭവം വെറൈറ്റി ആയിട്ട് ഈ സംഭവം ചെയ്തപ്പോൾ നമ്മളൊരു 10-11 കിലോ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് വഴിയോ നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോണിൽ വിളിച്ചോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മേടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ടത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ സർവീസ് വഴി എത്തിച്ചു തരും. ഇനി പുറത്തേക്ക് കൊടുക്കാനാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ തുടർന്നും കാണുക. മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട്, അതുപോലെ സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം. അപ്പോൾ ഞാനിത് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നിന്നിട്ട് ഇതിലത്ത് ടൈൽസ് ആയതുകൊണ്ട് എൻ്റെ വടി തെന്നിപ്പോവും. എൻ്റെ നടക്കുന്ന സ്റ്റിക്ക് വൃത്തിപ്പിടിച്ച് നിൽക്കുന്ന സ്റ്റിക്ക് തെന്നിപ്പോവും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇരുന്ന് ചെയ്യുന്നത്. പുറത്ത് വെച്ചിട്ടുള്ള പാചകമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഇടത്തെ കയ്യിൽ വടി പിടിച്ച് വലത്തെ കൈ കൊണ്ട് ഇളക്കും. പിന്നെ പണിക്കാർ വലിയ വർക്കിനൊക്കെ ആണെങ്കിൽ പണിക്കാർ സഹായിക്കും. നമ്മൾ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ എൻ്റെ ആശാന്മാരുണ്ട്, എന്നെ ഇവിടെ വരെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണമാക്കിയ ആശാന്മാരുണ്ട്. അവരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്താണ് നമ്മുടെ കാറ്ററിംഗ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഐറ്റം ഇപ്പോൾ ഇന്ന ഐറ്റം ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മൾ തുടർച്ചയായിട്ടും വരുന്ന വീഡിയോസിൽ ഉടനെ തന്നെ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും വരുന്ന വീഡിയോസിൽ അതെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വർക്കുകളുണ്ടെങ്കിലും, അതായത് കല്യാണം ആയിക്കോട്ടെ, മാമോദിസി ആയിക്കോട്ടെ, എന്ത് ചടങ്ങായിക്കോട്ടെ, നമ്മൾ ഇവൻറ്റ്സ് ഗാലറി നിങ്ങളോട് കൂടെ നിങ്ങളുടെ ഫംഗ്ഷൻ വിജയിപ്പിക്കാനായിട്ട് ആദ്യ അവസാനം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മളെയും നമ്മുടെ ചാനലിനെയും നമ്മളുടെ കാറ്ററിങ്ങിനെയും നമ്മുടെ ടീമിനെ മൊത്തം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ വീഡിയോ കാണുന്ന ഒരു 90-80% പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ തുടങ്ങി ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം സമൂഹത്തിൽ ഭക്ഷണമില്ലാത്തവർക്ക് അവർക്ക് മാസത്തിലൊരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കുവാൻ കഴിയണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അത് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് വർക്കുകൾ പറഞ്ഞതും സാമ്പത്തിക പരിമിതിയും കൊണ്ടിട്ട് നമുക്ക് എല്ലാ മാസവും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാറില്ല. അപ്പം അതും കൂടെ ഈ ചാനലിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഓഹരി എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ്. ഞാനല്ല കൊടുക്കുന്നത്, നമ്മളാണ് കൊടുക്കുന്നത്. നമ്മുടെ എന്താ പറയുക, കുക്ക് ട്രാവലേറ്റ് ഫാമിലിയാണ് കൊടുക്കുന്നത്. അപ്പം ഞാനെന്നൊരു വ്യക്തിയിൽ നിന്ന് മാറി നമുക്കൊരു കുടുംബമായിട്ട്, ഒരു ടീമായിട്ട്, കുക്ക് ട്രാവലേറ്റ് എന്ന ഒരു കുടുംബമായിട്ട് നമുക്ക് മുന്നോട്ട് ഇതേപോലുള്ള ആദര സേവന പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിനൊക്കെ പണവും മറ്റുള്ള സഹായമൊന്നുമല്ല വേണ്ടത്, നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നമ്മുടെ ഫാമിലിയുടെ പേരിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതാ നമ്മുടെ അച്ചാർ അവസാനം ഈ ഒരു ലെവലിൽ നോക്കി വരണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാ ഒരു ടേസ്റ്റ് ആയിരിക്കും അച്ചാന്മാരെ ഈ ഒരു സാധനം കൂട്ടി. നമ്മുടെ കൊച്ചി സൈഡിലേക്കുള്ള നമ്മുടെ കായിക സ്പെഷ്യൽ ബിരിയാണിക്കൊക്കെ നമ്മളൊരു ഈന്തപ്പഴം അച്ചാർ കൊടുക്കുന്നുണ്ട്. പുളിക്കറി എന്ന് പറയും ഞങ്ങൾ കൊച്ചിക്കാർ. അതിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ പൈനാപ്പിൾ അച്ചാർ. നിങ്ങൾക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇനിയും നമ്മുടെ അച്ചാർ സീരീസിൽ 2ാമത്തെ വീഡിയോ ആണിത്. ഇനിയും നമ്മുടെ അച്ചാർ സീരീസിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
എനിക്കൊക്കെ ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ആ കുഞ്ഞുമോള് മിന്നമോൾക്ക് സപ്പോർട്ട് ചെയ്യുക. ആ കുട്ടീനെ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കാം. നമ്മളെല്ലാവരും ചേർന്ന് നിന്നാൽ ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ടും അതുപോലെ അതിന് വേണ്ട പണവും എല്ലാം കണ്ടെത്താനായിട്ട് യൂട്യൂബിലൂടെ തന്നെ പറ്റും. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആരെങ്കിലും ഇപ്പോഴും തന്നെ നമ്മൾ തുടക്കക്കാരാണ്, ആരെങ്കിലും നമ്മളെയൊക്കെ ഞാനിത് പറയാൻ കാര്യം, ഇന്ന് നമ്മൾ ഈ അച്ചാറിൻ്റെ സാധനങ്ങൾ മേടിക്കാണ് പർച്ചേസിന് ചെയ്യുന്നപ്പോഴേക്കും കുറച്ച് ആളുകൾ, എനിക്കറിയില്ല, ഞാനവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവർ വന്നിട്ട് ഞാൻ ചാനൽ കൊള്ളാം, ഞങ്ങൾ മാമോദിസയുടെ വീഡിയോ കണ്ടായിരുന്നു, ഞങ്ങൾ സ്റ്റൂ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോടൊന്ന് സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം. കാരണം ഈ 2 കാലും വയ്യാതെ ഒരു സ്റ്റിക്കിൻ്റെ സഹായത്തോടെ നടക്കുന്ന എന്നെയൊക്കെ ആളുകൾ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അന്നേരം നമ്മുടെ സന്തോഷം കൊണ്ട് കണ്ണ് പറയുമ്പോൾ എനിക്കിപ്പോഴും സന്തോഷം. കാര്യം നമുക്ക് ഒട്ടുമായിട്ടില്ല, നമുക്ക് ആകെ 100 130 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതിൽ തന്നെ ഒരു 3-4 പേര് നമ്മൾ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക്, കാരണം പരിമിതികൾക്കുള്ളിൽ നിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളിൽ ആരെങ്കിലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ കൂട്ടുകാരൊക്കെ വരാറുണ്ട് കേട്ടോ, അല്ലാതെ എന്നെ ഈ യൂട്യൂബിലൂടെ മാത്രം പരിചയമുള്ളവർ എവിടെയെങ്കിലും വെച്ച് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് മിണ്ടാനായിട്ട് മടിക്കരുത്. കാരണം നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, നിങ്ങളുണ്ടെങ്കിലാണ് ഞാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലുള്ളൂ. ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ എൻ്റെ കൂടപ്പുറപ്പുകളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അങ്ങനെ ചോദിക്കാം, എന്തായാലും നിങ്ങൾ ചെയ്തേ പറ്റൂ, സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോൾ എൻ്റെ ബലം. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് അങ്ങ് തരുവാണ്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കുള്ളൂ കേട്ടോ വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.